ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടീസ് ബേർഡ്സ്. ഇന്ന് ഞാൻ കല്യാണ വീട്ടിലെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കല്യാണ വീട്ടിലെ ബിരിയാണി വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നാരങ്ങയുടെ നീരിൽ നിന്ന് കുരു കളഞ്ഞതിന് ശേഷം നീരിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ പൊരിച്ചു കോരി എടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നാരങ്ങാനീര് ഇതിലേക്ക് പിഴിഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ചിക്കനും ഈ മസാലയും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറ് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഫുഡ് കളറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, റെഡ് ഫുഡ് കളറ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി ചിക്കൻ പീസസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഫേമസ് കുക്കായിരുന്ന ഷാമ്പൻ ചേട്ടൻ്റെ റെസിപ്പിയാണ്. പണ്ട് കല്യാണ വീടുകളിലൊക്കെ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ മിക്ക കല്യാണ വീട്ടിലും ഷാമ്പൻ ചേട്ടനായിരുന്നു ബിരിയാണി വെച്ചിരുന്നത്. അപ്പോൾ ഷാമ്പൻ ചേട്ടൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു പോയി. അപ്പോൾ പുള്ളിയുടെ മകൻ എൻ്റെ ഫ്രണ്ടാണ് സജീഷ്. അപ്പോൾ സജീഷ് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഞാനിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഷമഞ്ചേട്ടൻ്റെ ബിരിയാണിക്ക്. അങ്ങനെ ഞാൻ സജീഷിനോട് ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ കറക്റ്റ് കല്യാണ വീട്ടിലെ ആ ഒരു ബിരിയാണിയുടെ കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ് ഈ ബിരിയാണിക്ക്. താങ്ക് യു സജീഷ് ഫോർ ദിസ് റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതേപോലെ ചിക്കൻ പീസസ് 2 സൈഡും നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം. ഇതിപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ പീസസ് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ള കസേഴ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 50 ഗ്രാം കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കിലോ ഉള്ളി, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, പിന്നെ 12 പച്ചമുളകും കൂടെ ചേർത്ത് ഈ പച്ചമസാലകളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിന് മസാല ചതച്ചെടുക്കണം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് തന്നെ ഈ പച്ചമസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മസാല നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് സജീഷിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നതെന്ന്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ പച്ചമസാലകൾ, ഇപ്പോൾ നമ്മൾ സവാള ചേർത്തിട്ടില്ല, ഈ പച്ചമസാലകൾ ആദ്യമേ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമസാല ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഇതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോഴേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ല കളറായി വന്നിട്ടുണ്ട്. നമ്മൾ പൊടികളൊന്നും ചേർക്കാതെ തന്നെയാണ് മസാലയ്ക്ക് ഈ കളറ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഈ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഈ മസാലയിൽ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഈ മസാല ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല വഴറ്റാനായിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ആ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഈ എണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മസാലയിൽ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റ് അളവാണ്, ഉപ്പിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ ഉപ്പ് കുറച്ച് കൂട്ടിയോ കുറച്ചോ ഇടാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മസാലയും ഈ ചിക്കനും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കസേഴ്സും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മസാല തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഈ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കാഷ്യൂനട്ടും കസേഴ്സും അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. കാര്യം ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. കാര്യം കാഷ്യൂനട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മസാല അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ മസാല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ഇപ്പോൾ ഈ മസാല ആണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനിയൊരു ബിരിയാണി പോട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ വനസ്പതിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വനസ്പതി ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. 1/2 കപ്പ് വനസ്പതി അല്ലെങ്കിൽ 1/2 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സജീഷ് എൻ്റെ അടുത്ത് പറഞ്ഞ റെസിപ്പിയിൽ വനസ്പതി തന്നെയാണ് ഷാമൻ ചേട്ടനും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വനസ്പതി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്യൂസും റൈസിൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനുള്ള കാഷ്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി അതിൻ്റെ നിറം ഒന്ന് മാറുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കാഷ്യൂസും റൈസിൻസും ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ സവാള അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സവാള ഈ ഒരു പാകം വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ സവാളയൊന്നും ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. കാര്യം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് കോരി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, സാജീരകം, 2-3 ഏലയ്ക്ക, പിന്നെ കുറച്ച് കുരുമുളക്, ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് 1/2 ബൗള് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായത് ഒരു പാത്രം അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് 1/2 പാത്രം വെള്ളം വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അരി ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ അളന്ന് വെച്ചതിന് ശേഷം വേണം വെള്ളം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ 1 കിലോ അരി ഒരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുള്ളതാണ്. ഈ പാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ബാസ്മതി അരി കഴുകിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പാത്രം അരിക്ക് 1/2 പാത്രം വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ നല്ല നീളൻ അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നീളനായിട്ടുള്ള ബാസ്മതി അരി തന്നെ യൂസ് ചെയ്യുക. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പൈനാപ്പിൾ എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക.
ഇപ്പോൾ നമ്മുടെ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1.5 പാത്രം വെള്ളം ഒഴിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ചോറ് ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടാവില്ല, ഹാഫ് കുക്ക്ഡ് ആയി കിട്ടിയിട്ടുണ്ടാവുള്ളൂ. കാര്യം ഇനി ഇത് നമ്മൾ ദമ്മിലിടേണ്ടതാണ്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് പകുതി റൈസ് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിലിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രത്തിൽ നിന്ന് പകുതി ചോറ് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് ഇതിൽ ബാക്കിയുള്ള റൈസ് ഒന്ന് സെറ്റാക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പകുതി റൈസ് ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ റൈസ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന വിധത്തിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ഇതിന് മുകളിലേക്ക് വിതറിക്കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലൈം ജ്യൂസും പൈനാപ്പിൾ എസൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് കൈ കൊണ്ടൊന്ന് തളിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിന് മുകളിലേക്ക് നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയും എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ സൂഫിയാനി ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെയൊക്കെ വീഡിയോസും കൂടെ കാണുക. പിന്നെ ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഹാഫ് കുക്കേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദമ്മിലിട്ടതിന് ശേഷം റൈസ് കറക്റ്റ് പാകത്തിനായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ റൈസ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യും സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂനട്ടും റൈസിൻസും പിന്നെ കുറച്ച് മല്ലിയില പുതിനയില പിന്നെ നമ്മുടെ ലൈം ജ്യൂസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലൈം ജ്യൂസിൻ്റെ കൂടെ പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ റോസ് എസൻസ് ചേർത്താലും മതി. റോസ് വൈറ്റ് എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ചേർത്താലും മതി. ഇനി അത് ചേർത്തില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ അത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇനി ഇതേപോലെ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അലൂമിനിയം ഫോയിൽ വെച്ച് ഈ ബിരിയാണി പോട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. സാധാരണ കല്യാണ വീട്ടിലൊക്കെ ദമ്മിലിടുമ്പോൾ ഇതിൻ്റെ നമ്മുടെ മൂടിയുടെ സൈഡിലായിട്ട് മൈദ കൊണ്ട് ദമ്മിലിടാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ ഇനി അങ്ങനെയൊന്നും നടക്കാത്തത് കാരണം ഇങ്ങനെ അലൂമിനിയം ഫോയിൽ കൊണ്ട് ടൈറ്റ് ചെയ്ത് കവറാക്കി കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഇതിൽ നിന്ന് ആവി പുറത്തേക്ക് പോവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി റെഡിയായി കിട്ടും. അലൂമിനിയം ഫോയിലിന് മുകളിലേക്ക് മൂടി വെച്ച് കൊടുക്കുക. ഇനി പഴയൊരു തവ ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടിനി ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ നമ്മുടെ ബിരിയാണി നല്ല കറക്റ്റ് പാകത്തിനായി വരുള്ളൂ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കാം. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബിരിയാണിയുടെ. അപ്പോൾ ഈ അലൂമിനിയം ഫോയിലും കൂടെ പൊട്ടിച്ച് വന്നപ്പോൾ നല്ല കറക്റ്റ് ആ കല്യാണ വീട്ടിൽ ആ ബിരിയാണിയുടെ ആ സ്മെല്ല് തന്നെയാണ് ഇതിനും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇനി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പുളിങ്കറിയുടെ റെസിപ്പി അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ തന്നെ കല്യാണ വീട്ടിലെ പുളിങ്കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.